എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 34-ാമത് വചനം. വിശുദ്ധന്മാരുടെ സർവ്വസഭയിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതെ ഇരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് പൗലോസ് പറയുകയാണ്. സഭായോഗങ്ങളിൽ സ്ത്രീകൾക്ക് ശുശ്രൂഷിപ്പാനുള്ള അനുവാദം സംബന്ധിച്ച് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് സഭായോഗങ്ങളിൽ ശുശ്രൂഷിപ്പാൻ അനുവാദമില്ല എന്നുള്ള പദമല്ല. അതിനപ്പുറത്ത് എങ്ങനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കണം എന്നുള്ളതായ പദമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 5-ാമത് വാക്യത്തിൽ പറയുന്നുണ്ട്, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നോർപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ തല പുരുഷനാണെന്നും ആ പുരുഷൻ്റെ തലയ്ക്ക് മാനം വരേണ്ടതിന് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യണ്ട എന്നല്ല, അത് ചെയ്യുമ്പോൾ അവർ തലയിൽ മൂടുപടമിട്ടുകൊണ്ട് അത് ചെയ്യണമെന്നാണ് പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നു തുടങ്ങി ഓർമ്മപ്പെടുത്തുന്ന ഭാഗത്ത് ശുശ്രൂഷയുടെ പങ്കാളിത്തം പുരുഷന് മാത്രം എന്നുള്ളതോ സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളതോ അല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ശുശ്രൂഷയുടെ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, കൃത്യമായി പ്രമാണപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം എന്നുള്ളത് തന്നെയാണ്. നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോഴും പറയുന്നുണ്ട്, അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശുശ്രൂഷ എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുമെന്നും എന്നാൽ അത് ചെയ്യേണ്ട നിലവാരത്തിൽ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നുള്ളതായി പദവുമാണ്. നാം യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം ആദ്യമായി യേശു കർത്താവ് കണ്ടതും യേശു കർത്താവിനെ കണ്ടതും മഗ്ദലക്കാരത്തി മറിയയാണെന്നും ഈ സത്വർത്തമാനം, ഈ ഉയർപ്പിൻ്റെ വാർത്ത, ഈ സുവിശേഷം എത്തിക്കുവാൻ ആദ്യം പറഞ്ഞയച്ചതും മറിയയാണെന്നും വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്. ആകയാൽ ഒരു കാരണവശാലും സ്ത്രീകൾക്ക് സഭയിൽ മിണ്ടാൻ പാടില്ലെന്നോ ശുശ്രൂഷകളില്ലെന്നോ ഉള്ള അർത്ഥത്തിലല്ല. അതിനപ്പുറത്ത് അവരെങ്ങനെ നിൽക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ള ആ പ്രമാണത്തെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്യണമെന്നും അല്ല എങ്കിൽ നിങ്ങൾ അതിന് യോഗ്യരല്ലെന്നുമാണ് പൗലോസ് തൻ്റെ വാക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ
വിഭജിച്ച് തന്നിരിക്കുന്നു എന്നും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പ്രമാണപ്രകാരം ചെയ്തെടുക്കുവാൻ തക്ക തലത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അത് ചെയ്തെടുപ്പാൻ കഴിയേണ്ടതിന് ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞങ്ങൾ ചെയ്യേണ്ടുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്യുവാൻ, അത് മാന്യവും ശ്രേഷ്ഠമായ നിലകളിലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേൾത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.